ആരോഗ്യമന്ത്രി ഏത് കൊമ്പത്തെ ആളാണെങ്കിലും ആ കൊമ്പിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി, ഇതാ ഇതിന് പിറകിലിരിക്കുന്ന രാജാവ്, ആരെ ഭയപ്പെടുത്തുന്ന ആളാണെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം ഞങ്ങളത് സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കും. മറ്റൊരാവശ്യവുമില്ല. ഞങ്ങൾക്ക് അന്തസ്സായി ജീവിക്കണം. അത് ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങൾക്ക് രാമന്തോളം പണിയെടുക്കുമ്പോൾ 1333 രൂപ കിട്ടണം. അത് കിട്ടിയിട്ടേ ഞങ്ങൾ മടങ്ങും. അത് തരില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഈ രാജസിംഹാസനത്തിലും ഞങ്ങൾ പുറത്താക്കും. നമസ്കാരം. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ സമരം തുടങ്ങിയിട്ട്, അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നിരവധി ആവശ്യങ്ങൾ ഇത്തരത്തിൽ ഉന്നയിച്ചുകൊണ്ട് സമരം ഇതിനു മുൻപും നടത്തിയിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഉൾപ്പെടെ സമരം നടത്തിയിരുന്നു. എന്നാൽ അതൊന്നും തന്നെ നമ്മുടെ ഭരണകൂടം കണ്ടില്ല എന്ന് നടിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. പൊതുജനങ്ങളുടെ വലിയ രീതിയിലുള്ള പിന്തുണ ഈ ഒരു സമരത്തിന് ഉണ്ട് എങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതുവരെയും ഇവരുടെ ആവശ്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്ന പ്രവണതയാണ് ഉള്ളത്. എന്തായാലും ഈ ഒരു നഴ്സുമാരുടെ, സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന 10,000-കണക്കിന് നഴ്സുമാർ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു പരിപാടിയിൽ മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ശ്രീ ഷാജൻ സ്കറിയ സംസാരിക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ആരോഗ്യമന്ത്രി ഏതാണ്ട് ഒരാഴ്ച നീണ്ട സിനിമാഭിനയത്തിന് ശേഷം പത്തനംതിട്ടയിലെത്തിയിട്ട് ആദ്യം പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്, ഇവിടുത്തെ സ്വകാര്യ ആശുപത്രി മുതലാളിമാർ ഇവിടുത്തെ പൊതുജന സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ആരോഗ്യമന്ത്രിയെ ഇങ്ങനെ അപമാനിക്കുന്നത് എന്ന്. അത് ഞങ്ങളങ്ങ് മുഖവിലക്കെടുക്കാൻ തീരുമാനിച്ചു. ഇവിടുത്തെ സ്വകാര്യ ആശുപത്രി മുതലാളിമാരും ആശുപത്രി മാഫിയായും ഇവിടുത്തെ പൊതുജനാരോഗ്യ സംവിധാനത്തെ തകർക്കാൻ ഗൂഢാലോചന നടത്തുന്നു എന്ന ആരോപണം ഞങ്ങളങ്ങ് മുഖവിലക്കെടുക്കുന്നു. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രയാസവുമില്ലല്ലോ. ഇവിടുത്തെ സ്വകാര്യ ആശുപത്രി മുതലാളിമാരെ മര്യാദ പഠിപ്പിക്കാൻ, അവർ മിനിമം ശമ്പളം കൊടുക്കാൻ മടിക്കുമ്പോൾ അത് കൊടുക്കണമെന്ന് പറയാൻ സർക്കാരിന് പിന്നെന്താ മടി? ഞങ്ങൾ ആശുപത്രി മുതലാളിമാരെ സംരക്ഷിക്കണമെന്ന് പറയുന്നവരല്ല. ആശുപത്രികൾ അങ്ങനെ പോകട്ടെ, പക്ഷെ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം വേണം. അത് അന്തസ്സായ ശമ്പളം വേണം. അത് ആവശ്യപ്പെടുമ്പോൾ അതിനോട് തലതിരിഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ ആശുപത്രി മുതലാളിമാരോട് ചേർന്ന് നിന്നിട്ടാണ്. എന്നിട്ട് വാക്കുകൊണ്ട് ആശുപത്രി മുതലാളിമാർക്ക് വേണ്ടിയാണ് ഇവരെയെല്ലാം അങ്ങ് നശിപ്പിക്കുന്നതെന്ന് പറയരുത്. ഞങ്ങൾക്കൊരൊറ്റ ആവശ്യമേ ഉള്ളൂ. 4 വർഷം BSc നഴ്സിംഗ് പഠിച്ചിട്ടാണ് നേഴ്സാവുന്നത്. 4 വർഷം. അതിനുശേഷമുള്ള ഒരുപാട് കടമ്പകൾ. കുറഞ്ഞത് 6-7 ലക്ഷം രൂപ മുടക്കൊണ്ട് ഒരാൾക്ക് നഴ്സിംഗ് പഠിച്ച് ഇറങ്ങുമ്പോൾ, അതുകൊണ്ട് ഒരു ദിവസം 1333 രൂപ വേണം. അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അത് കിട്ടിയിട്ടേ ഞങ്ങൾ മടങ്ങൂ. ഒരു സംശയവും വേണ്ട. ആരോഗ്യമന്ത്രി ഏത് കൊമ്പത്തെ ആളാണെങ്കിലും ആ കൊമ്പിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി, ഇതാ ഇതിന് പിറകിലിരിക്കുന്ന രാജാവ്, ആരെ ഭയപ്പെടുത്തുന്ന ആളാണെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം ഞങ്ങളത് സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കും. മറ്റൊരാവശ്യവുമില്ല. ഞങ്ങൾക്ക് അന്തസ്സായി ജീവിക്കണം. അത് ഞങ്ങളുടെ അവകാശമാണ്. രാജാവിന് കോടികൾ കിട്ടും, കന്നുകാലിത്തൊഴുത്തിൽ നല്ല പാലിന് കിട്ടും, ചുറ്റുമതിലുണ്ടാവും, പ്രജകൾക്ക് ചുറ്റിക്കറങ്ങാൻ വാഹനങ്ങൾ ഉണ്ടാവും. ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾക്ക് രാമന്തോളം പണിയെടുക്കുമ്പോൾ 1333 രൂപ കിട്ടണം. അത് കിട്ടിയിട്ടേ ഞങ്ങൾ മടങ്ങും. അത് കിട്ടില്ലെങ്കിൽ, അത് തരില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഈ രാജസിംഹാസനത്തിലും ഞങ്ങൾ പുറത്താക്കും. അത് പറഞ്ഞ് ഞങ്ങളുണ്ട്. ഒരു സംശയവും വേണ്ട. ജയ് ഹിന്ദ്, ജയ് UN. എന്തായാലും യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ ഈ സമരത്തിലൂടെ ഇവർ വ്യക്തമാക്കുന്നത്, വരും ദിവസങ്ങളിൽ സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനത്തെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന വിധത്തിലുള്ള സമരമുറയിലേക്ക് പോകുമെന്നുള്ള സൂചനയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.